സെയിം ഡേ ആണ് എനിക്ക് ഒരു ദിവസം ശ്രുതി ശരണ്യത്തിന് മെസ്സേജ് വരുന്നത്. സോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, വിതിൻ എ വീക്ക് ക്യാൻ യു കം ബാക്ക്. ആ സമയത്ത് ഒമിക്രോൺ വേവ് ഒക്കെ വന്നിട്ട് നിൽക്കുവാണ് കോവിഡിന്റെ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ് മീ സീ. സോ ഐ ടോൾഡ് മൈ പേരൻസ് ദാറ്റ് ഹൈ, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഒരു ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഐ റിയലി ലൈക്ക് ഹർ മ്യൂസിക് വീഡിയോസ്, ഒന്ന് ജസ്റ്റ് പോയി നോക്കട്ടെ, ലൈക്ക് വാട്ട് ഇഫ് എന്ന് പറഞ്ഞു. ഒരു ടിക്കറ്റ് എടുത്തു, ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് സ്ട്രേറ്റ് വന്നു. ഒരു ഓഡിഷൻ ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി എന്നോട് ആദ്യമായിട്ട് ഓഡിഷന് വരാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഹലോ, മലയാളം നല്ലതുപോലെ അറിയാമോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചൊരു വോയിസ് നോട്ട് ഇട്ടു, എനിക്ക് നല്ലോണം മലയാളം അറിയാം, എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. പിന്നെ ഷീ ഹാഡ് നത്തിങ്. ഷീ ജസ്റ്റ് വാണ്ടഡ് മീ ടു ഗോ ആൻഡ് അറ്റൻഡ് ദി ഓഡിഷൻ, ദാറ്റ്സ് ആൾ. സോ അത് പുള്ളിക്കാരിയുടെ അത് ഇറ്റ് ഈസ് ഹെർ വിഷൻ ദാറ്റ് ഷീ സോ മീ ആസ് വൺ ക്യാരക്ടർ. I'm not a professional actor. I'm not into anything. She knew that okay, somewhere പുള്ളിക്കാരി എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ആ ഒരു ഉറപ്പിലാണ് എന്നെ അതിലേക്ക് വിളിച്ചത്. ഐ വാസ് എ വെരി ഇൻസെക്യൂർ പേഴ്സൺ. ടു ഗ്രോ അപ്പ് ഇൻ ഡൽഹി വാസ് നോട്ട് not so easy because people look at us as if this Madrasi thing, അത് നമ്മളെ പറയുന്നത് നമ്മളെ ഭയങ്കര ഹേർട്ട് ചെയ്യും. And more than that, I was very insecure because all my friends were like very fair skinned and നമുക്ക് നമ്മുടെ ഒരു ടീനേജിന്റെ സമയത്തും ഒക്കെ ആൾക്കാര് നമ്മളെയും നോക്കണം, അല്ലെങ്കിൽ we all will be looking for some kind of validation and all those things, emotions. But as a teenager and all, nobody, I really used to think that I'm not beautiful, I need to be fair to be confident about myself and my body, I don't look good. But then social media changed everything for me. തുടക്കത്തിൽ എന്നോട് ഇറ്റ് വാസ് എ മെയ്ഡ് ക്യാരക്ടർ എന്ന് ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക്, ഓ ഗോഡ്, ദിസ് ഇസ് ഹൗ ദ സൊസൈറ്റി സീ. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനിഷ്യലി ഇറ്റ് വാസ് ടൈപ്പ് കാസ്റ്റഡ്, ഈ സെയിം സാധനം, ദിസ് ഇസ് ഹൗ ഈ സ്കിൻ ടോണിലുള്ള ആൾക്കാരെ കാണുന്നത്. ബട്ട് ദെൻ ക്യാരക്ടർ പോകുന്നത് എവിടെയാ? ഇൻ മൈ റിയൽ ലൈഫ്, becoming a content creator with this dusky tone, brands approaching me എന്ന് പറയുന്നത്, it is all life changing experience. I think every day I am grateful for all that's happening to me. അശ്വതി ബി വളരെ ബോൾഡ് റിഫ്ലെക്റ്റീവ് ആക്ടറാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് 32B കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ ഫിലിം തിയേറ്ററിന്റെ ഭാഗമായിട്ട്, സജിൻ ബാബുവിന്റെ തിയേറ്ററിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് വിൽ ഗോ ബാക്ക് ആൻഡ് ഫോർത്ത് ഡ്യൂറിംഗ് ദ കോൺവെർസേഷൻ. പിന്നെ ഈ ചാനലിൽ പ്രത്യേകിച്ച് ഒരു ഗോസിപ്സോ PR അത്തരം കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ഇറ്റ് വിൽ ബി പ്യൂർലി എ കോൺവെർസേഷണൽ മോഡ്. സോ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് സ്വാഗതം. വെൽക്കം അശ്വതി. Thank you for inviting me. അശ്വതി, ബേസിക്കലി 32B കഴിഞ്ഞപ്പോ അതിന് വേറൊരു ലൈക്ക് ഒരു വൾനറബിലിറ്റി ടു സ്ട്രെങ്ത് എന്ന രീതിയിൽ അതിനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണാവുന്ന ഒരു സിനിമയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഹാസ് ഡിഫറെന്റ് ലെയേഴ്സ്. അത് കഴിഞ്ഞൊരു സിനിമയ്ക്ക് അതിനിടയ്ക്ക് ഒരു സിനിമ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം, വിൽ കം ബാക്ക് ടു ദാറ്റ്. ബട്ട് സജിന്റെ ഫിലിം പോലെ ഒരു ഫിലിമിലേക്ക് വരുമ്പോൾ അത് ആ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു? ഒരു ഇൻട്രിഗിങ് ആയിരുന്നോ അതോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നോ? B32 was my first movie. And first movie തന്നെ, and it was directed by a woman, and it was a women centric movie with 6 women characters as lead roles. അപ്പം I was fortunate enough to be a part of a movie like that as my first movie, B32. അപ്പൊ തന്നെ എനിക്ക് I was 21 when I did that project. അപ്പൊ തന്നെ നമുക്ക് വിമന്റെ റെപ്രസെന്റേഷൻ എത്രമാത്രം ഈ സിനിമ മേഖലയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടാണ് ഞാൻ ഫസ്റ്റ് എന്റെ ജേർണി തുടങ്ങുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ B32 I didn't do anything for 1 year. Because there were lots of other things happening, my education, my mother got ill, she passed away. So 1 year I didn't do anything, and I was in Delhi. And adu kazhinju after Amma's things were going on and she passed away, when I was here in Kerala for ആ ഒരു ചെറിയ പീരീഡ് ഞാൻ നിൽക്കുമ്പോഴാണ് തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഭാഗമായിട്ട് എന്നെ വിളിച്ചത്. അരുൺ സോൾ എന്ന് പറഞ്ഞ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ, ഹു ഈസ് ഓൾസോ സജിൻ ബാബുസ് ഫ്രണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാണ് വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ പാർട്ടാണ്, പക്ഷെ ഇറ്റ്സ് എ
കുറച്ച് ശ്രദ്ധിക്കപ്പെടും എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ലെറ്റ് മീ ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ പോയി ചെയ്തായിരുന്നു. ദാറ്റ്സ് വെൻ അരുൺ സോൾ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നെ തിയേറ്ററിലേക്ക് എന്നെ വിളിച്ചത്. ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് തിയേറ്റർ എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ഓൾസോ എ വെരി സ്മോൾ പാർട്ട് ഇൻ തിയേറ്റർ ഫോർ മീ. പക്ഷെ ഐ തിങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വിമൻ സെൻട്രിക് പടം വിത്ത് റിമ കല്ലിങ്കൽ ആസ് ലീഡ് റോൾ എന്ന് പറയുന്ന ഫാക്ടർ ആയിരുന്നു എന്റെ മനസ്സിൽ ആദ്യം. ഓക്കെ, ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഐ എം എ ന്യൂ കമ്പർ, ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്നിലേക്ക് വന്ന സിനിമയാണ്. ഒബ്വിയസ്ലി ഐ വിൽ ഡെഫിനറ്റ്ലി ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ്. ആൻഡ് ഓൾസോ എ ഡയറക്ടർ ലൈക്ക് സജിൻ ബാബു, ഹു ഈസ് എ നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി എ തിങ് ഫോർ മീ. ഞാൻ ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ ഓക്കെ പുള്ളിയുടെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യം എന്നായിരുന്നു വിചാരിച്ചത്. ആൻഡ് ഫോർ എ മാൻ ഡൂയിങ് എ വിമൻ സെൻട്രിക് കോൺസെപ്റ്റ് ഇസ് എ ബിഗ് തിങ്. ബിക്കോസ് എന്റെ ആദ്യത്തെ സിനിമ ഒരു വിമൻ ഡയറക്റ്റഡ് സിനിമ, എങ്ങനെയാണ് വിമൻ ലെയേഴ്സ് പറയുന്നത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുന്ന എനിക്ക് ഐ സോ വാണ്ടഡ് ടു സീ ഹൗ എ മാൻ യുനോ ഒരു കോൺസെപ്റ്റിനെ എങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യുന്നു, അതിനെ എങ്ങനെ തിയേറ്റേഴ്സിലേക്ക് വരെ എത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു. ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡന്റ് മൂവി, ചെറിയ പടം. ഇനിഷ്യലി തിയേറ്റർ റിലീസ് ഉണ്ടാകുമെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. ആൻഡ് 1.5 വർഷത്തിൽ കൂടുതലായി തിയേറ്റർ സിനിമ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഐ ഡിഡ് പൈങ്കിളി, ഐ ഡിഡ് ഫ്യൂ അതർ പ്രോജക്ട്സ്. അപ്പൊ ചെറിയ പരിപാടിയാണ്, പക്ഷെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഐ ഹാഡ് നോ ഡൗട്ട്. ബിക്കോസ് ഇറ്റ് വാസ് എ വിമൻ സെൻട്രിക് മൂവി എന്നുള്ളത്, എന്റെ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാതെ തന്നെ ഐ വാസ് ഇൻ. And then I went there and then I got to know what I am supposed to do. Even though it was a small part, but being a part of an എന്താ പറയാ ഒരു relevant story which needs to be told in the society, that itself is the main motive for me to do that movie. So, yeah. വെരി ഗുഡ്. ഇൻഫാക്ട് ഈ ഒരു ക്യാരക്ടർ ഇതില് എല്ലാ ക്യാരക്ടേഴ്സിനെയും പറയുമ്പോൾ നമ്മൾ ആക്ടറിനെ കാണുന്നില്ല. റിമോ ഫ്രം ദ വെരി ഫസ്റ്റ് ഷോട്ട് വി സീ ഹർ. നമ്മൾ മാറി റിമയെ നമ്മൾ കാണുന്നില്ല. അമ്മ ആയിട്ടാണെങ്കിൽ നേഴ്സ് ആയിട്ട്, എവ്രി വൺ ഫോർ ദാറ്റ് മാറ്റർ. സിമിലർലി യുനോ കുറച്ചു പേരൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വി ആർ നോട്ട് സീയിങ് അശ്വതി എനിമോർ. സോ ക്യാരക്ടറിന്റെ ബ്രീഫ് എങ്ങനെയായിരുന്നു ആൻഡ് വാട്ട് വാസ് ദ കൈൻഡ് ഓഫ് സജിൻ അത് പറയുമ്പോൾ ഇമോഷൻസ് എങ്ങനെ വേണം, അതൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു ബ്രീഫിംഗ് എങ്ങനെയായിരുന്നു അറിയാം? ഇത് കംപ്ലീറ്റ്ലി വർക്കലയിലായിരുന്നു ഷൂട്ട് ചെയ്തത്. ആൻഡ് എന്റെ ക്യാരക്ടർ ഈസ് എ ബ്യൂട്ടി ബ്ലോഗർ. എന്നോട് ആദ്യമേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞിരുന്നു ദാറ്റ് ഇങ്ങനെ ഒരു യൂട്യൂബർ ആണ്. ഞാൻ അത്യാവശ്യം ഐ എം വെരി ആക്റ്റീവ് ഓൺ ഇൻസ്റ്റഗ്രാം. So first factor was that you really need to be a person who is so very active on social media. That's all. I can just be me. Satyam parnja എനിക്ക് I really didn't had to put ഭയങ്കര എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ടു ഡു ദിസ് ക്യാരക്ടർ. എനിക്ക് ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ദാറ്റ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഇതിൽ ഡെയിൻ ചെയ്യുന്ന ക്യാരക്ടർ ഇസ് ഓൾറെഡി എ ബ്ലോഗർ. ഈസ് ആൻ അപ്കമിങ് യൂട്യൂബ് ബ്ലോഗർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ യു ആർ സംവൺ ഹു ഇസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഹു ഇസ് ഗോയിങ് ടു സപ്പോർട്ട് ദിസ് ക്യാരക്ടർ. മനോജ് എന്ന് പറയുന്ന ക്യാരക്ടർ ഡിഡ് ബൈ ഡെയിൻ ഡേവിസ്. അപ്പൊ എനിക്ക് ഐ ഹാഡ് ദിസ് തിങ്. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. സോ അതായിരുന്നു എനിക്ക് ആദ്യമേ തന്നെ തന്ന ബ്രീഫ്. ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ അത് എവിഡന്റ് ആണ്. പക്ഷെ സ്ക്രീൻ ടൈം, ഓഫ് കോഴ്സ് യു ഹാഡ് ദ സ്ക്രീൻ ടൈം പല പോർഷൻസിലായിട്ടാണെങ്കിലും ഇറ്റ് സ്പ്രെഡ് അക്രോസ്. പക്ഷെ അത് മെമ്മറബിൾ ആണ്. സി ലൈക്ക് വി വിൽ റിമെമ്പർ ലൈക്ക് അശ്വതി, ഇപ്പൊ ഈവൻ ദോ വി ടോക്ക് അബൌട്ട് ദ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന രീതിയിൽ തന്നെ അതിനെ വീവ് ചെയ്തിട്ടുള്ളത് ത്രൂ ഔട്ട് ദ ഫിലിം. അപ്പോ സ്ക്രീൻ ടൈം വേഴ്സസ് ഓണസ്റ്റി ഇൻ ദ ആക്ടിങ് അല്ലെങ്കിൽ ഓണസ്റ്റി ഇൻ ദ പെർഫോമൻസ്, അങ്ങനെ ലൈക്ക് ഇപ്പൊ ജയ ക്യാരക്ടർ ഒരുപാട് ആളുകളെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു ക്യാരക്ടർ ആണെന്ന് തന്നെ പറയാം. ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിൽ ചെയ്യേണ്ട കുറെ ഇമോഷൻസ് ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, മുമ്പ് എന്നോട് പറഞ്ഞില്ലേ യു കുഡന്റ് സീ അശ്വതി ദേർ, യു സോ വൺ സെപ്പറേറ്റ് ക്യാരക്ടർ ദേർ എന്ന് പറഞ്ഞത്. ഐ ടേക്ക് ഇറ്റ് ആസ് എ വെരി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ടു ഹിയർ ദാറ്റ്. ബിക്കോസ് എന്റെ ഓരോ സിനിമ കാണുമ്പോഴും അതിൽ എന്നെ അശ്വതി എന്ന് പറയുന്ന ഒരാളെ കാണുന്നില്ല, നമ്മൾ ആ ക്യാരക്ടറാണ് കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിലും വലിയൊരു
നമുക്ക് കിട്ടാൻ ഇനി ഒരു വേറെ വാലിഡേഷൻ ഇല്ല ആസ് എൻ ആക്ടർ. സോ താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഓൾസോ I think B32 of course is very dear to me. അതില് ഞാൻ ചെയ്തത് എനിക്ക് അങ്ങനെ അഭിനയത്തിന്റെ അങ്ങനെ ABCD അറിയുന്ന ഒരാളായിരുന്നില്ല അന്നും ഇന്നും. ഇപ്പം ബെറ്റർ I have been fortunate to be a part of കുറച്ച് മൂവീസ്, ഇൻഡിപെൻഡന്റ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും. അപ്പം നൗ ഐ നോ ദാറ്റ് ഓക്കെ ഹൗ സിനിമ വർക്ക്സ്. പക്ഷെ അന്ന് എനിക്ക് ഒന്നും അറിയാതെ ഞാൻ വന്നപ്പോ ഈവൻ ആ സ്ലാങ് പോലും പഠിക്കാൻ ഒക്കെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോ ഇറ്റ് കംപ്ലീറ്റ്ലി ഗോസ് ടു മൈ ഡയറക്ടർ ശ്രുതി ശരണ്യം. അന്ന് എനിക്ക് എല്ലാം പറഞ്ഞു തന്നതൊക്കെ ആർട്ടിന് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഐ തിങ്ക് ദി ഓണസ്റ്റി. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ സ്ക്രീൻ ടൈം. ഇഫ് യു ആർ ഡൂയിങ് even one scene, if it makes a relevance or if it gives you something, if you can give something to the society through that, I will do that. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. Of course I am also looking for more good opportunities, good to be a part of like big movies or become a famous person or അങ്ങനെ അതെല്ലാം ഒരു ആക്ടർ സ്വാഭാവികമായും വിചാരിക്കും. പക്ഷെ to be a part of like good films, to do good art is what I think and the priority is that. അത് പറയുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പൈങ്കിളിയിലെ ക്യാരക്ടർ ഫാമിലി ആൻഡ് ദാറ്റ് അറ്റാച്ച്മെന്റ് ആൻഡ് അറ്റാച്ച്മെന്റ് ഓർ ഡിറ്റാച്ച്മെന്റ് ഫോർ ദാറ്റ് മാറ്റർ ആൻഡ് ഹൗ യു ആർ പ്ലേസ്ഡ്, അതൊക്കെ വളരെ ഭംഗിയായിട്ട്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് നോട്ട് അശ്വതി VC, പുള്ളിക്കാരന്റെ സിസ്റ്റർ അങ്ങനെ നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്. സോ ജസ്റ്റ് വെൻ യു ടോക്കിംഗ് അബൌട്ട് അത് ഓർത്തുപോയി. പൈങ്കിളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിങ്ക് ആവാതെ പോകുന്നുണ്ട്. പക്ഷെ യുവർ ക്യാരക്ടർ വാസ് വെരി വെൽ പ്ലേസ്ഡ് ആൻഡ് വെരി വെൽ ഡൺ ഇൻ ദാറ്റ്. Yeah, thank you. That is a different ഒരു ജോൺറേ തന്നെയാണല്ലോ ആ സിനിമ. സോ അതും me as a person, as an actor, I am learning from all these different movies. Okay, first movie എന്ന് പറയുന്നത് was an eye opener. Okay, and then coming to Sajjan Babu's film is also like a different perspective, like men, women, how they see the society, they see women. അത് കംപ്ലീറ്റ്ലി നമുക്ക് എത്ര അടുത്ത് നിന്ന് നോക്കിക്കാണാൻ പറ്റും. എത്ര നമ്മൾ സ്ക്രീനിൽ മാത്രം സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവാത്ത കുറെ സാധനങ്ങളല്ലേ നമ്മൾ പല സെറ്റിൽ പോകുമ്പോഴും മനസ്സിലാക്കുന്നത്. ആൻഡ് പൈങ്കിളി വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബിക്കോസ് that is the most എനിക്ക് തോന്നുന്നു ഏറ്റവും ബിഗ് ഫിലിം ദാറ്റ് ഐ ഹാവ് ഡിഡ്, ലൈക്ക് എ ബിഗ് ക്രൂ, ബിഗ് പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് എവറിഥിങ്, സോ മെനി ഡേയ്സ് ഓഫ് ഷൂട്ട്. അപ്പം ഇറ്റ് ഓൾ ഗിവ്സ് മീ ഭയങ്കര എന്താ പറയാ കുറെ വാല്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലായിടത്തും. And I'm so grateful that all these people saw me as a character. That itself is a big thing for me. Totally agree on that. ഇതിൽ ഇപ്പൊ ഈ സജിന്റെ ഫിലിമില് ലൈക്ക് വി വർ ടോക്കിംഗ്, സജിനും കനയും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ബിരിയാണി ഇറങ്ങിയ സമയത്ത്. സോ അപ്പൊ ആസ് ദേ വർ ടോക്കിംഗ്, ദേ വർ ഷെയറിംഗ് എ ഫ്യൂ ഇൻസ്റ്റൻസസ് ഓഫ് ലൈക്ക് അതിൽ കുറച്ച് റിസ്ക് എടുത്തിട്ടും ഒക്കെ കുറച്ച് ഷോർട്സ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് യു ആർ ക്രിറ്റിസൈസിങ് ദ വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് അപ്പൊ അത് ചിത്രീകരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവർ എടുത്തിട്ടുണ്ട്. So if you could recall any such, I know it's അത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. So talking about that, do you recall any ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മെമ്മറബിൾ റിസ്ക്? എനിക്ക് അങ്ങനെ റിസ്ക് എലിമെന്റ്സ് ഉള്ള ഒരു സാധനം ഇല്ല ഇതില്. ആൻഡ് ഓൾസോ റിമ ചേച്ചിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരിയുടെ സീൻസ് എടുത്ത ദിവസം ഞാൻ ഉണ്ടായിട്ടില്ല അവിടെ. അത് കണ്ടു നിന്നവരെല്ലാരും പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഷീസ് ക്ലൈംബിങ് എത്ര ടോപ്പ് വരെയാണ് തെങ്ങിൽ കയറുന്നത്. ആൻഡ് ഈ ഇൻഡിപെൻഡന്റ് മൂവി എന്ന് പറയുമ്പോൾ ഇറ്റ് കംസ് വിത്ത് ലോട്ട്സ് ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതിലെല്ലാം നിന്നിട്ട് ഈ ആർട്ടാണെങ്കിലും ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കെന്നല്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും ഏറ്റവും എന്താ പാട് പിടിച്ചൊരു ജോലി ദിസ് വാസ് സിങ് സൗണ്ട്. ദിസ് മൂവി വാസ് സിങ് സൗണ്ട് ആൻഡ് അത് എന്റെ ലൈഫിലെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സോ സിങ് സൗണ്ടിൽ നമുക്ക് മറ്റേ ഒരു ഇല അനങ്ങിയാൽ പോലും നമ്മൾ ചിലപ്പോൾ നല്ലോണം ചെയ്തിട്ട് നമ്മൾ മാറിയിരിക്കുന്ന അയ്യോ ഒന്നും കൂടി എന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഓ we'll have to do it again. So എനിക്ക് തോന്നുന്നു അത് ഇറ്റ് പോളിഷസ് ഭയങ്കര ഒരു നമ്മുടെ ആർട്ടിനെ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്യും. നമ്മൾ എത്ര മറ്റേ തളർന്നിരുന്നാലും. ആൻഡ് ഓൾസോ സിങ് സൗണ്ട് ആകുമ്പോൾ നമ്മൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇന്നായിരിക്കും അതിൽ. നമ്മൾ ഇടയ്ക്കൊന്ന് ഫോൺ നോക്കാം, അല്ലെങ്കിൽ ഇത്തിരി സമയമുണ്ട് അങ്ങനെ ഇരിക്കാം അങ്ങനെ ഒന്നുള്ളൊരു സമയമില്ല. നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി ഇന്നായിരിക്കും. ബിക്കോസ് ഒന്നാമതേ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് മൂവി ആൻഡ് വി ഡോണ്ട് ഹാവ് ദിസ്
എന്താ പറയാ പ്രിവിലേജ് ഓഫ് ഷൂട്ടിംഗ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. സോ മാക്സിമം വി നീഡ് ടു ബി ലൈക്ക് ഓക്കെ, നമ്മള് 10-20 ടേക്ക് പോയ ദിവസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഇതില്. അത് അതില് സീനിൽ വരുമ്പോ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ സമയത്ത് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് തിങ് ആൻഡ് ദ ഹോൾ ടീം ഹാസ് ടു ബി യുനോ. എത്ര നമുക്ക് മടുപ്പ് വന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഹോൾ മൂവി അങ്ങനെ, ഈവൻ റിമ ചേച്ചിക്ക് പ്രോസ്തെറ്റിക്സ്, അങ്ങനെ പല മേക്കപ്പ്, ഓൾ ദീസ് തിങ്സ്, ഇതൊന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ കേൾക്കുമ്പോ നമുക്കറിയാലോ ഇന്ന ദിവസം ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ പ്രോസ്തെറ്റിക്സ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക, ഇതെല്ലാം ഈ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ടോട് കൂടി ഒരു ഇൻഡിപെൻഡന്റ് മൂവി ചെയ്തെടുത്തു എന്ന് പറയുന്നത് തന്നെ ഇസ് എ ബിഗ് തിങ്. സോ സിംഗ് സൗണ്ട് ആണ് എനിക്ക് തോന്നുന്നത് എന്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള. എനിക്ക് ഒരു ദിവസം ഒരു 20 ടേക്ക് ഒക്കെ പോയ ദിവസം ഞാൻ മറക്കില്ല. ഇതൊരു ഒരുപക്ഷെ റീ എംഫസൈസിങ് ആയിരിക്കും കേൾക്കുന്ന ആൾക്ക് ബോറടിക്കാം. പക്ഷെ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഫോൾട്ട്, ആസ് യു റൈറ്റ്ലി സെഡ്, ലൈക്ക് വേറെ പല കാരണം കൊണ്ടാണ് ഈ 20 ടേക്സ് പോകുന്നത്. ഐ മീൻ ഇല്ല, 20 ടേക്സ് പോയത് എനിക്ക് എന്റെ തന്നെ ഇതായിരിക്കും. ബിക്കോസ് ഇറ്റ് വാസ് എ ലോങ് ഡയലോഗ്. ആക്ച്വലി അത് കട്ടായിട്ടുണ്ട് സിനിമ വന്നപ്പോ, അതില്ല. ഇറ്റ് വാസ് എ ലോങ് ഒരു ഇന്റർവ്യൂ, ഒരു പോർഷൻ ആൻഡ് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഫുള്ള് കാണാതെ പഠിക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവിടെ പ്രോംപ്റ്റ് ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഫുൾ അത് പറയുന്നു. ആൻഡ് അപ്പൊ ചിലപ്പം ഒരു ചെറിയൊരു സാധനം അനങ്ങിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും എടുക്കേണ്ടി വന്നത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞു പറഞ്ഞ് തെറ്റിക്കും ചിലപ്പോ. സോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റീടേക്സ് വന്നാലും യാ, അതായിരുന്നു ഏറ്റവും മെമ്മറബിൾ. ആൻഡ് എനിക്ക് വേറൊരു സിനിമയിൽ ഞാൻ അത് ചെയ്തിട്ടില്ല. ലൈക്ക് സിംഗ് സൗണ്ട് തിങ് ഞാൻ എപ്പോഴും ഡബ് ചെയ്തിട്ടാണ് ഉള്ളത്. പക്ഷെ ദിസ് ഹോൾ മൂവി വാസ് സിംഗ് സൗണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ മീ, ഇറ്റ് ഈസ് ഒന്ന് വന്നു പോകുന്ന ക്യാരക്ടേഴ്സിന് പോലും ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. സോ it is a big learning process. 32B, while you were doing the character, you were quite young. ആ സമയത്ത്, and it's predominantly on the male gaze, kind of vulnerability to strength. ഇതൊക്കെയാണ് നമ്മൾ അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. And Shruti had a very clear understanding of what she had to communicate. Yeah. And ആ ഒരു സമയത്ത്, of course, you were a student. അതുവരെയുള്ള ലൈഫിൽ you would have faced such. I don't know how it is in Delhi, because people come from different places, and it's a Yes. city where അവിടുത്തെ നേറ്റീവ് എന്ന് പറയാവുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. People come from there. As compared to Kerala, the male gaze is kind of a quote in quote, അതിനെ കുറച്ചും കൂടി, കാരണം ആളുകൾ ആ രീതിയിൽ കാണുന്നു എന്നുള്ള പല പരാമർശങ്ങളുണ്ട്. ഇവിടെ ഒരു അത്തരം എഡ്യൂക്കേഷൻ വേണം, ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റെലവൻസ് ഓഫ് ദ ഫിലിം ആസ് വെൽ. അപ്പോ ശ്രുതി എങ്ങനെയാണ് അശ്വതിയെ ഈ ഒരു ക്യാരക്ടറിലേക്ക് മോൾഡ് ചെയ്തത്, ആൻഡ് വാട്ട് വാസ് യുവർ കോൺട്രിബ്യൂഷൻ ആൻഡ് ഹൗ യു ഇവോൾവ്ഡ്? Yes. So she called me. Actually, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നില്ല. We were connected on Instagram. Like I really used to love her works. ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ് ചാരുലത ആൻഡ് ബാലെ, ലൈക്ക് എവരിബഡി എൽസ്. അങ്ങനെയാണ് ശ്രുതി ശരണ്യം എന്ന് പറയുന്ന പേര് എല്ലാവരും അറിയുന്നത്. സോ എനിക്ക് പുള്ളിക്കാരിയുടെ വർക്ക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട് ഐ യൂസ് ടു ഫോളോ ഹെർ. ലൈക്ക് ഭയങ്കര ഒരു നല്ലൊരു ലിറിസിസ്റ്റ് ആണ്, നല്ലൊരു ഡയറക്ടറാണ്, ലൈക്ക് മ്യൂസിക് വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഷീ വാസ് ഫോളോയിങ് മീ. പക്ഷെ ഞങ്ങൾ അങ്ങനെ തമ്മിൽ സംസാരിച്ചിട്ടില്ല. 2021 ടുവേർഡ്സ് ദി എൻഡ്, ഒരു ഡിസംബറിൽ ഒരു ദിവസം സഡൻലി ഷീ ടെക്സ്റ്റഡ് മീ ഓൺ ഇൻസ്റ്റഗ്രാം സെയിങ് ഹായ്, ഇങ്ങനെ ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഷീ സെൻഡ് മീ എ വോയിസ് നോട്ട് സെയിങ് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, ക്യാൻ യു കം, ലൈക്ക് ജാനുവരി സമയത്ത് ക്യാൻ യു കം എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ഒരു മെസ്സേജ് വരുവാണ്. ആദ്യമായിട്ടാണ് എന്നോട് ഒരാള് അങ്ങനെ ചോദിക്കുന്നത്, ലൈക്ക് ഹായ്, ഐ വുഡ് ലവ് ടു മേക്ക് യു വൺ ക്യാരക്ടർ, അല്ലെങ്കിൽ ഓഡിഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഐ എം എ ഡാൻസർ, ഐ യൂസ് ടു ഡാൻസ്. ആ സമയത്ത് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് തുടങ്ങിയ സമയമാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ശ്രുതി ശരണ്യം എന്ന് പറയുന്ന ആൾ എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഓക്കെ ദർ ഇസ് സംതിങ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അറ്റ് ദാറ്റ് പോയിന്റ്, ടു ബി വെരി ഓണസ്റ്റ്, ആക്ച്വലി സിനിമ എന്ന് പറയുന്ന സാധനം ഞാൻ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും പോയിട്ടില്ലാത്ത ഒരാളായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൻ ഡൽഹി ആൻഡ് അങ്ങനെ അവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു പ്ലേസും അല്ല. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ബോംബെ. സോ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഓൾസോ മൈ തിയേറ്റർ സൊസൈറ്റി ഇൻ മൈ കോളേജ്. ആൻഡ്
കുറച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ നാടകങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഭയങ്കര അസോസിയേഷൻസ് ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പം ഐ യൂസ് ടു ഗോ ആൻഡ് ഡു ദാറ്റ്. ലൈക്ക് ഓക്കെ, നമ്മളെല്ലാവരും കേരളത്തിന് പുറത്തുള്ളവരൊക്കെ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ് അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഐ യൂസ് ടു ഡു ഓൾ ദാറ്റ്, ബട്ട് ഐ നെവർ തോട്ട് ഐ വുഡ് മേക്ക് I would be a part of സിനിമ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. സോ വെൻ ചേച്ചിയുടെ മെസ്സേജ് വരുന്ന സമയത്ത് വാസ് വെൻ മഹേഷ് നാരായണൻ വാസ് ഷൂട്ടിംഗ് അറിയിപ്പ് ഇൻ ഡൽഹി. Okay, that was the point, December 2021, and I was connected വിത്ത് ഫ്യൂ പീപ്പിൾ. ആ സെറ്റില്, അറിയിപ്പിന്റെ സെറ്റില് കുറച്ച് ആൾക്കാരെ എനിക്ക് അറിയായിരുന്നു സോഷ്യൽ മീഡിയ വഴി തന്നെ. അപ്പൊ ആ സമയത്ത് ഞാൻ അവരുമായിട്ട് ഇങ്ങനെ ഒരു ഷൂട്ട് നടക്കുന്നുണ്ട്, എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇത് ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഓക്കെ, ഒന്ന് പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഐ വാസ് ഫ്രണ്ട്സ് വിത്ത് ദിവ്യ പ്രഭ. ഐ ഗോട്ട് ടു മീറ്റ് പീപ്പിൾ ആൻഡ് മഹേഷ് നാരായണനെ നേരിട്ട് കാണുന്നു എന്ന് പറയുന്നതൊക്കെ എനിക്ക് ഓക്കെ, ഐ റിയലി ലവ് ഹിസ് മൂവീസ്. ലൈക്ക് സി യു സൂൺ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. സോ കണ്ടു, തിരിച്ചു വന്നു. ആ സെയിം ഡേ ആണ് എനിക്ക് ഒരു ദിവസം ശ്രുതി ശരണ്യത്തിന് മെസ്സേജ് വരുന്നത്. സോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, വിതിൻ എ വീക്ക് ക്യാൻ യു കം ബാക്ക്. ആ സമയത്ത് ഒമിക്രോൺ വേവ് ഒക്കെ വന്നിട്ട് നിൽക്കുവാണ് കോവിഡിന്റെ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ലെറ്റ് മീ സീ. സോ ഐ ടോൾഡ് മൈ പേരൻസ് ദാറ്റ് ഹൈ, എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഐ റിയലി ലൈക്ക് ഹർ മ്യൂസിക് വീഡിയോസ്, ഒന്ന് ജസ്റ്റ് പോയി നോക്കട്ടെ, ലൈക്ക് വാട്ട് ഇഫ് എന്ന് പറഞ്ഞു. ഒരു ടിക്കറ്റ് എടുത്തു, ഇങ്ങോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് സ്ട്രേറ്റ് വന്നു. ഒരു ഓഡിഷൻ ചെയ്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഓഡിഷൻ കഴിഞ്ഞിട്ട് 1 month അങ്ങനെ ഒന്നും പറഞ്ഞില്ല ടു മീ, ഇങ്ങനെ സെലക്ടഡ് ആണോ അല്ലേ ഒന്നും പറഞ്ഞില്ല. ഐ വാസ് ഹിയർ ബിക്കോസ് എനിക്ക് ഓൺലൈൻ ആയിരുന്നു ക്ലാസ്സസ്, എല്ലാവർക്കും ഓൺലൈൻ ആയിരുന്നു. So I was here at my hometown. I was here at Vaikam. I thought, okay, I didn't make it എന്ന് വിചാരിച്ചപ്പോ തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, യു ഗോട്ട് സെലക്ടഡ്, വിൽ ബി ഷൂട്ടിംഗ് ദിസ് ഇൻ മാർച്ച്, വിൽ ലെറ്റ് യു നോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഐ വെന്റ് ബാക്ക്. ആൻഡ് ദെൻ പിന്നെ ഞാൻ വരുന്നത് ഷൂട്ടിനാണ്. അപ്പൊ അതിന് മുമ്പ് ഓൺ കോൾസിലൂടെ ചേച്ചി എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി ദാറ്റ് യുവർ ക്യാരക്ടർ ഇസ് ദിസ്, ഒരു കണക്ടിങ് ഡോട്ട് ആണ് ബിറ്റ്വീൻ ഓൾ ദീസ് ക്യാരക്ടേഴ്സ്. സോ ഇതിന് കുറച്ച് മട്ടാഞ്ചേരി സ്ലാങ് ആണ് പറയേണ്ടത് ആൻഡ് ഡയലോഗ്സ് ഒക്കെ അങ്ങനെ. സോ ചേച്ചിക്ക് ആദ്യം ഇനിഷ്യലി ഒന്ന് മാത്രം അറിഞ്ഞത്, ഷീ ഓൾറെഡി ഹാഡ് മൈ ഫേസ് ആസ് ദിസ് ക്യാരക്ടർ. ദാറ്റ് ഇസ് വാട്ട് ഷീ സെഡ്. She never looked for anybody else from the industry or outside for this character. പുള്ളിക്കാരി ഇത് എഴുതുന്ന സമയത്തെ പുള്ളിക്കാരി അത് KSFDCയുടെ ആ എന്താ പറയുക ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടല്ലോ, ഇത് കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നവർക്കാണല്ലോ ഈ കേരള ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഒരു ലോങ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയപ്പം ഓൾ ദി മെന്റേഴ്സ് ദാറ്റ് ഷീ ഹാഡ് അറ്റ് ദാറ്റ് പോയിന്റ്, ഐ റിയലി ഡോണ്ട് നോ ഹു ഓൾ, അവരൊക്കെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ചേച്ചിയുടെ തന്നെ ഇന്റർവ്യൂസിലൂടെയാണ് അറിഞ്ഞത്, ഇങ്ങനെ ഒരു കണക്ടിങ് ഡോട്ട് കൊടുത്താൽ നന്നായിരിക്കും, അപ്പം ലേയേഴ്സ് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞപ്പോഴാണ് ചേച്ചി ഈ ക്യാരക്ടർ എഴുതുന്നത്. ഈ ക്യാരക്ടർ എഴുതുമ്പോഴേ ചേച്ചിയുടെ മനസ്സിൽ വന്ന ഒരു രൂപം, എന്റെ ഫോട്ടോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും ചേച്ചിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ബിക്കോസ് ഐ കം ഫ്രം എ വെരി അർബൻ, ഒരു ഡൽഹി ബേസ്ഡ് മലയാളി. യെസ്, ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര എന്റെ റൂട്ട്സുമായിട്ട് എന്റെ കൾച്ചറുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. യെസ്, എനിക്ക് മലയാളം അറിയാം, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാം, പറയാനും നല്ലോണം അറിയാം. അപ്പൊ ഇത് ചേച്ചി എന്നോട് ആദ്യമായിട്ട് ഓഡിഷന് വരാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഹലോ മലയാളം നല്ലതുപോലെ അറിയാമോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചൊരു വോയിസ് നോട്ട് ഇട്ടു, എനിക്ക് നല്ലോണം മലയാളം അറിയാം, എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാം. പിന്നെ ഷീ ഹാഡ് നത്തിങ്, ഷീ ജസ്റ്റ് വാണ്ടഡ് മീ ടു ഗോ ആൻഡ് അറ്റൻഡ് ദി ഓഡിഷൻ, ദാറ്റ്സ് ആൾ. സോ അത് പുള്ളിക്കാരിയുടെ ഇറ്റ് ഈസ് ഹെർ വിഷൻ ദാറ്റ് ഷീ സോ മീ ആസ് വൺ ക്യാരക്ടർ. I am not a professional actor. I am not into anything. She knew that okay, somewhere പുള്ളിക്കാരി എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ആ ഒരു ഉറപ്പിലാണ് എന്നെ അതിലേക്ക് വിളിച്ചത്. മൈ ക്യാരക്ടർ ഇസ് ദ വൺ ഹു ഹാസ് ഏറ്റവും അധികം അതിൽ ക്യാരക്ടർ ആർക്കും ഏറ്റവും അധികം ചെയ്യാനുള്ളതും. ഇറ്റ് ഈസ് ഹെർ വിഷൻ actually. So that's how I came to this movie. So talking about culture differences, എനിക്ക് ജയ എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ഇപ്പൊ എന്റെ ക്യാരക്ടറിനെ എന്റെ ഹസ്ബൻഡ് ഈസ് സപ്പോർട്ടീവ്
he shows as if he's supportive, but towards the end he shows his true colors എന്ന് പറയുന്ന ഒരു സാധനം. And at the same point തുടക്കത്തില് ഇപ്പോ പോരടിക്കുന്ന അമ്മായിയമ്മ towards the end she becomes one, supportive person. So that is a reality. ഓക്കെ, അതിപ്പോ അർബൻ ആണോ റൂറൽ സ്പേസിൽ നിന്നാണോ വരുന്നതെന്നൊന്നുമില്ല. മേ ബി നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മളെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ അപ്പ ഇട്ടിട്ട് പോകുന്നത്. ദെൻ വി സി ഇറ്റ് അത് ഒരു ജെൻഡർ, ഒരു മെൻ വിമൻ അങ്ങനെ ഐ വിൽ നെവർ സേ. എന്റെ ലൈഫിൽ ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് B32. ബിക്കോസ് ഐ വാസ് 21. ഞാൻ 22 ആകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. സോ ആൻഡ് ഓൾസോ ശ്രുതി ചേച്ചി ന്യൂ ദാറ്റ് ഐ എം വെരി ആൻഡ് വോക്കൽ അബൌട്ട് പൊളിറ്റിക്സ്, ബോഡി പൊളിറ്റിക്സ്, ആൻഡ് ഐ യൂസ് ടു റൈറ്റ്. ആൻഡ് എന്റെ കുറച്ച് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ കോവിഡിന്റെ ഒക്കെ സമയത്താണ് ഐ റിയലി സ്റ്റാർട്ടഡ് ഡൂയിങ് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ. ആൻഡ് ഫ്യൂ പേജസിലൊക്കെ എന്റെ ഇങ്ങനെ ഡാർക്ക് സ്കിൻ ടോണിൽ നമ്മൾ എങ്ങനെ I was a very insecure person. To grow up in Delhi was not so easy, because people look at us as if this Madrasi thing, adu nammale parayana nammale bhayangara hurt ചെയ്യും. And more than that, I was very insecure because all my friends were like very fair skinned, and നമുക്ക് നമ്മുടെ ഒരു ടീനേജിന്റെ സമയത്തും ഒക്കെ ആൾക്കാർ നമ്മളെയും നോക്കണം, അല്ലെങ്കിൽ we all will be looking for some kind of validation and all those things, emotions. But as a teenager and all, I really used to think that I'm not beautiful, I need to be fair to be confident about myself and my body, I don't look good. But then social media changed everything for me. Social media, when I started posting, and few my good friends who used to click my pictures just like that കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് എന്റെ വെറുതെ ഫോണിലെടുത്ത ഫോട്ടോസ് വെച്ചാണ് ഞാൻ അറിയുന്നത്. one of my friend who told me that your face is very photogenic എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് that it took me so many years to think and to understand that all my features and everything is ഭയങ്കര രസമായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾ വന്ന് നമ്മളോട് പറഞ്ഞു തരേണ്ടി വന്നു. നമ്മൾ എന്ത് സൊസൈറ്റി പറയുന്നത് കേട്ട് കറുത്തിട്ടാണ്, യു ഡോണ്ട് ലുക്ക് ഗുഡ്. when I used to come to Kerala also, everybody used to, even ഇപ്പോഴും ഇപ്പം now that I'm in Kerala, even when I'm home, some random somebody will come and say അയ്യോ കറുത്തു ഇല്ല, കുറച്ചും കൂടി ഇപ്പം മുമ്പത്തെക്കാളും കുറച്ചും കൂടി കരുതുക. ഐ എം ലൈക്ക്, ഇപ്പം ഐ ഹാവ് ദിസ് എബിലിറ്റി, മേ ബി അവർക്കത് അധികം പ്രശ്നമായിട്ട് തോന്നുമായിരിക്കും, ബട്ട് ഐ ടെൽ ദം ബാക്ക് ദാറ്റ് ദിസ് ഇസ് ഹൗ ഐ വാസ് ബോൺ. I cannot change. I don't want. Maybe there are things that can change your skin tone forever, but I really don't care. This is how I look, and there are n number of people who are following me or watching my movies and looking at me. Ippam when I get to see lots of girls message ayikkunnu Instagram like, we really look up to you because we were very insecure about our skin. And when even B32 കണ്ടിട്ടാണെങ്കിൽ അവർ പറയും, ചേച്ചി you really did so well, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. No matter what that character did or not, but ഈ സ്കിൻ ടോണിലുള്ള ഒരാള് സിനിമയിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ is a big game changer. തുടക്കത്തിൽ എന്നോട് ഇറ്റ് വാസ് എ മെയ്ഡ് ക്യാരക്ടർ എന്ന് ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും I was like, oh god, this is how the society see. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനിഷ്യലി ഇറ്റ് വാസ് ടൈപ്പ് കാസ്റ്റഡ്, ഈ സെയിം സാധനം, ദിസ് ഇസ് ഹൗ ഈ സ്കിൻ ടോണിലുള്ള ആൾക്കാരെ കാണുന്നത്. ബട്ട് ദെൻ ക്യാരക്ടർ പോകുന്നത് എവിടെയാ? ഷീ ബിക്കംസ് an extraordinary model. She looks at herself as if she എല്ലാം നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തി she herself like started flying with like lots of colors എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് to an extent ഞാൻ ഡൽഹിയിൽ ജനിച്ചു വളർന്നതും എന്റെ ഐഡിയോളജി, എന്റെ കൾച്ചർ, the politics, all that was in my mind is also a thing that Shruti Sharanam saw in me. Other than that, body politics, color, and I was already, ഞാൻ അപ്പോഴും ഇപ്പോഴും I'm a freelance model. So അതുകൊണ്ടും കൂടിയാണ് ചേച്ചി എന്നെ ഇതിലേക്ക് കൺസിഡർ ചെയ്തത്. She had like no other choice than me. And then it is how I എങ്ങനെ ഞാൻ ഇതിനെ, എനിക്ക് ഒരു ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ബൈ ഡയറക്ടർ PR Arun ഫോർ ദിസ്. പിന്നെ നമുക്ക് ചെറിയ സിനിമ ആയിരുന്നുകൊണ്ട് നമുക്ക്
പ്രിപ്പയർ ചെയ്യാൻ കുറെ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ എന്റെ ഹോംവർക്ക് ചെയ്യുമായിരുന്നു. ബിക്കോസ് ഞാൻ എന്റെ റിലേറ്റീവ്സ് ഹു ആർ ഇൻ കൊച്ചി, ഐ യൂസ് ടു ഗോ ആൻഡ് സ്റ്റേ ദർ. സോ കുറച്ച് വേർഡ്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്നത് ഇസ് കൊച്ചി സ്ലാങ്, മേ ബി നോട്ട് മട്ടാഞ്ചേരി സ്ലാങ്, ബട്ട് കുറച്ചൊക്കെ കൊച്ചി സ്ലാങ് എന്ന് പറയുന്ന സാധനങ്ങൾ ഐ യൂസ് ടു ഹിയർ ഫ്രം ദം. ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ. എനിക്ക് മലയാളം നല്ലപോലെ അറിയാം. അപ്പോ മലയാളം അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് സ്ലാങ് പിടിക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ അത് വരും ഓട്ടോമാറ്റിക്കലി ഇഫ് വി ട്രൈ ഫോർ ഇറ്റ്. സോ ഐ യൂസ് ടു ഡു മൈ ഓൺ ഹോംവർക്ക് ഫോർ ദിസ്. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. സോ ഇറ്റ് വാസ്, ആൻഡ് മോർ ദാൻ ദാറ്റ് എനിക്ക് ഡയലോഗ്സിനെക്കാളും കൂടുതൽ ഇമോഷൻസ് ആണ് അതിൽ കാണിക്കാൻ. ഇറ്റ് ഈസ് മോർ അബൌട്ട് മീ എക്സ്പ്രസിങ് ത്രൂ മൈ ഇമോഷൻസ് എന്റെ എക്സ്പ്രസ് ചെയ്യുന്നു ഓൺ സ്ക്രീൻ എന്ന് പറയുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പോലും. ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് മേഡ് മീ ഗോ ടിൽ ഫിലിം ഫെയർ ഫോർ ദിസ് മൂവി. സോ അതും ഉണ്ട്. കുറച്ച് ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ സിനിമ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ കുറച്ചും കൂടി ശരിയാക്കായിരുന്നു, എന്റെ ഡബിങ് കുറച്ചും കൂടി. ചിലപ്പോൾ ഞാൻ അഭിനയിച്ച സമയത്ത് നല്ലോണം പറഞ്ഞിട്ടുണ്ടാവും. ഡബ് ചെയ്തപ്പോഴത്തേക്കും ഡബിങ് കുറെ മാസം കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത്, അഭിനയിച്ച് കഴിഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ അയ്യോ ഡബിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിരുന്നു. സോ യാ, ദിസ് ഇസ് ഹൗ ഐ കെയിം and how Shruti Sharanyan looked at me as this character and how I did my character. ബ്യൂട്ടി കോൺസെപ്റ്റ്സ് വരുന്ന കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ പെടാത്ത ആളുകളെ they look quite beautiful when we interact and start working together on a project or on a certain output അല്ലേ? അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ടു ബി വെരി ഓണസ്റ്റ്, ഫസ്റ്റ് തിങ്, തിയേറ്റർ എന്ന് പറഞ്ഞ ഇതില് എന്റെ ക്യാരക്ടർ ഇസ് എ ബ്യൂട്ടി വ്ളോഗർ. ദർ ആർ ലൈക് ഫ്യൂ ബ്രാൻഡ്സ് ദാറ്റ് have texted me via Instagram saying, hi, can you collaborate for us എന്നൊക്കെ പറഞ്ഞിട്ട്. I never used to look at it like I am not a content creator, I don't want to be called as a so-called content creator എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. ഇപ്പം it has completely changed because I was an insecure person. I used to think that I don't look beautiful. Abudana I came here. I can call myself as a freelance model to the to the kind of brands that's approaching me to be their model. അതൊക്കെ ആൻഡ് സഡൻലി അതുപോലത്തെ ഒരു സാധനം ഒരു മോഡലായിട്ട് എന്നെ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറായിട്ട് പോലും കണ്ടത്. ആൻഡ് more than that, തിയേറ്ററിൽ ഒരു ബ്യൂട്ടി ബ്ലോഗർ ആയിട്ട് കണ്ട at the same point. Since ഇപ്പം I'm making a point here, since this June I started creating content for a few brands that I already use and I really like, and I started creating content for like few brands like who approached me. And now that I can also call myself as a content creator for brands. ഇതൊക്കെ എന്റെ പണ്ട് തൊട്ടേ ഉള്ള എന്റെ ഇൻസെക്യൂരിറ്റീസിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്ന സാധനം. ദ മൂവീസ് ദാറ്റ് ഐ ഡിഡ്, അതിപ്പോ തിയേറ്ററിലെ ബ്യൂട്ടി ബ്ലോഗർ ക്യാരക്ടർ ആണെങ്കിലും, B32 ബിക്കമിങ് എ ലോഞ്ചറി മോഡൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും, മീ ബിക്കമിങ് ഇൻ മൈ റിയൽ ലൈഫ് ബിക്കമിങ് എ കോണ്ടന്റ് ക്രിയേറ്റർ വിത്ത് ദിസ് ഡസ്റ്റി ടോൺ, brands approaching me എന്ന് പറയുന്നത്, it is all life changing experience. I think every day I am grateful for all that's happening to me. ഞാൻ ഒരിക്കലും എനിക്ക് അറിയാത്തൊരു ബ്യൂട്ടി വ്ളോഗിംഗ് പരിപാടി ചെയ്തു. ആൻഡ് നൗ ദാറ്റ് I'm doing it for real, that's when this is also coming to theaters. Basically you already answered my next question, as in ആ ഒരു evolution എന്തായിരുന്നു എന്നുള്ളത്. കാരണം you are a student when you you already just B32 ചെയ്യുന്ന സമയത്ത് ഒരു student, you have been doing dancing, other activities, that is part of a student or കാര്യങ്ങളാണ്. പക്ഷെ ഇതൊരു ലോക കാഴ്ച, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ അതിൽ പറയുന്ന സബ്ജക്റ്റിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചയും, and you are living to that, and that Ashwathi would have transformed to the next version of Ashwathi, right? Yeah, this is like a see, right now I'm 26 now. So since B32 till now, this, and before that, like me as a person in my childhood, being so insecure about my skin tone, and now when I look at my younger self, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. because I don't need anybody else's validation for being me. I'm very unapologetically me with whatever the way I look, the way I speak. എനിക്ക് തോന്നുന്നു ഇത്രയും കോൺഫിഡൻസ് എനിക്ക്, where did this come from? The moment you are insecure about yourself, your confidence is gone.
ഞാൻ ചെറുപ്പത്തില് ഐ തിങ്ക് ഡാൻസിങ് വാസ് സംതിങ് മൈ പേരൻസ് I had this privilege. ഡൽഹിയിലാണെങ്കിലും എന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടു മൈ പേരൻസ്. അത് പഠിച്ചു. ഐ യൂസ് ടു ബി എ വെരി ചബ്ബി കിഡ്. So initially, I used to think, അല്ലെങ്കിൽ my parents used to think, okay, maybe I'll, എന്നെ കുറച്ച് വെയിറ്റ് കുറയുമായിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ദെൻ ഡാൻസിങ് അങ്ങനെ വന്ന് I was a very extra curricular activities ഭയങ്കര ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. I was very studious also. I used to study well. And after 12th, I think my life-changing experiences started when I started going to Delhi University for my graduation. That's when I saw a lot of other cultured people, and ende chuttullavaru ellavarum are from different states in India. So all these people coming from different walks of life and looking at me, and that's when I really started seeing, okay, I need to be very confident enough. Ingane oru university il povan thanne it takes like so much, you need to be confident enough, or else you will be somewhere sidelined എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു ഫയർ ഉണ്ടായിരുന്നു. ആൻഡ് ഐ യൂസ് ടു ഡു ഡാൻസ്. അവിടെ ആണെങ്കിലും ഞാൻ ഡാൻസ് സൊസൈറ്റിയുടെ പാർട്ടായിരുന്നു. സോ there it was അവിടെ നിന്നാണ് എന്റെ കംപ്ലീറ്റ്ലി മൈ ലൈഫ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്, ബിക്കോസ് അവിടെ പഠിപ്പിച്ചത് വാസ് ഹരിയാൻവി ഫോക്ക് ഡാൻസ്. The folk society that we had, the dance society I had in my college, they used to train us in Haryanvi dance, because that is what they used to do, like since the past 4 or 5 years back then. And അതിൽ ട്രെയിനിങ് കിട്ടിയപ്പോൾ തന്നെ it was completely a different culture, നമ്മൾ മനസ്സിലാക്കുന്നത്. ആൻഡ് ഓൾസോ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന എല്ലാവരും ഈ ഡാൻസ് സൊസൈറ്റിയിലുള്ളവരും ഫ്രം ആസാം, ഫ്രം ബീഹാർ, ഫ്രം ഹരിയാന. ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ഈവൻ തമിലിയൻ ഫ്രണ്ട്സ് വന്നു. അങ്ങനെ കുറെ കൾച്ചർ നമ്മൾ പഠിക്കാൻ പറ്റി. അപ്പം ഒബ്വിയസ്ലി മലയാളി കൾച്ചർ എനിക്ക് ഐ ഓൾറെഡി ന്യൂ. വീട്ടിലാണെങ്കിലും വി യൂസ് ടു സ്പീക്ക് ഓൺലി മലയാളം. സോ അത് വിട്ടു പോയിട്ടില്ല. പക്ഷെ ഡിഫറെന്റ് കൾച്ചേഴ്സ് പഠിക്കുന്നു. ആൻഡ് ദാറ്റ്സ് വെൻ my friends used to click my pictures just like that. That's when this Instagram came. At least I can call myself, yes, I'm a Gen Z, but I come from there where, I saw this Orkuttumari Facebook vannu, then Instagram vannu. That thing I saw. I think I come from the last generation, the last person, ഒരു time period il varuna alana. So I saw this Instagram coming, and people, ആ സമയത്ത് it is not reels or anything. It's just us putting our photos. Okay, I also created my profile, and somebody clicked my random photo, like my friends clicking my photo. Then I put that. Out of nowhere, people are starting to follow you, and people are looking at you, and suddenly ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ വരുന്നു. Like, oh my god, your skin looks so good, your hair looks so good, you're very beautiful, your eyes like this, like that. That's when I completely realized that, okay, now there is a lot of change in ഞാൻ കാണുന്ന ലോകത്തിന് ഭയങ്കര മാറ്റം വന്നിരിക്കുന്നു. ഞാൻ എന്താ വിചാരിച്ചത്, ചുറ്റും കാണുന്ന ലോകം is not being fair with me because of the way I look is not so good എന്ന് വിചാരിച്ച അവിടുന്ന് it was completely a shift. Yeah, I'm doing everything possible. So all these things are like, എന്റെ ഒരു younger self-ന്, my younger self will be very proud of what all things I'm doing right now. ഇൻസിഡന്റ്ലി നമ്മുടെ ചാനലിന്റെ സബ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്യാച്ച് ലൈൻ എന്ന് പറയുന്നത് കോൺവെർസേഷൻസ് ദാറ്റ് ഇൻസ്പയർ എന്നാണ്. So I hope this is a perfect example for a conversation that should inspire many. I won't say like any particular skin tone or I mean any for that matter, because there are many things that the society puts on every kid. Yeah. Even the teachers also impose many things, knowingly or unknowingly it happens, and then our confidence ഒക്കെ വളരെ low ആയി പോകും, and it takes ages for one to sometimes you won't get that opportunity also. ഒരുപാട് കുട്ടികൾ, ടാലന്റ് ഉള്ള കുട്ടികളെ അത് ടാലന്റ് തിരിച്ചറിയാതെ they submerge themselves. They will be submissive on many things. Won't have that അങ്ങനത്തെ ഒരു ഇതുണ്ട്. So that's why that is where, and when we talk about that, being an actor's position എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഗ്ലാമർ അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ചും കൂടി ഫിനാൻഷ്യലി സെക്യൂർ ആ രീതിയിലൊക്കെ ആണല്ലോ നമ്മൾ കാണുന്നത്.
Yeah. So, and at the same time, many actors in this era, അവര് activist കൂടിയാണ്. I'm not talking about the so-called feminist or something, because anyway, we are not talking controversy here on this channel. So, Yeah. what I mean to say is, ഇപ്പോൾ ദിവ്യ പ്രഭ, for example, പരിചയപ്പെട്ടതുകൊണ്ട്, she used to take part in many such events where she Yeah. needs to be vocal. I mean, I'm just picking one example. There are many, Yeah. actors who do that. So, how do you look at yourself? Like, Ashwati B as an actor, and there is a certain social responsibility when you write articles, when you when you talk about, say, body politics. There are many things that you want to communicate and you want to represent. Being an actor, കിട്ടുന്ന privilege ഉപയോഗിച്ച് communicate ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. So, how do you Yeah. look? Obviously I should be socially aware, and I am responsible for whatever, even one like that I'm giving on a post on social media, or me going and attending events. Like obviously ഇപ്പം ഞാനൊരു സിനിമ കാണാൻ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിന് പോയാലും ആൾക്കാർ ആരെങ്കിലും നമ്മളെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഓക്കെ this girl is also a part of this movie എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. People look at me that way. Obviously, after becoming an actor, like അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, it comes with a responsibility. And people look at, first thing that you said, people look at actors as if, ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ ഉള്ള, ഒരു പ്രത്യേക തരം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരെന്ന് തോന്നും. That is actually not right. I am very aware about what I speak in the society. And yes, I used to speak about politics even before I used to be in cinema. That is one reason why Shruti Sharanya made me a part of her movie. I still do speak about politics. I still do. Maybe മുമ്പ് ഞാൻ ഇപ്പം പല സിനിമകളിലും വന്നുകൊണ്ടിരുന്ന, I think I can speak about that ഇപ്പോഴും. I really don't like any of the movies in which like ഭയങ്കര നല്ല സ്റ്റോറി ആയിരിക്കും പറയുന്നത്, പക്ഷെ സ്കിൻ ടോൺ കറുപ്പിച്ച് കാണിക്കുന്ന വെളുത്ത ആക്ടേഴ്സിനെ കാണിക്കുന്നത് I really don't like. This thing I have told n number of times. I have been vocal about this since I started speaking through Instagram. Okay, this is before me coming to cinema. നിങ്ങൾ കറുപ്പിച്ച് കാണിക്കാതെ കുറച്ച് അതുപോലെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കൂ. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഏത് വേദി കിട്ടിയാലും. പക്ഷെ ചില സ്ഥലങ്ങളിൽ I think അതാണ് with responsibilities it comes, okay, maybe keeping your mouth shut is better than being and going to some other controversy എന്ന് പറയുന്ന. ഇപ്പം നമ്മളാണെങ്കിലും ഈ യൂട്യൂബ് ചാനലിൽ we are not speaking about any kind of controversy. We really don't want to go there. Sometimes we need to protect our peace over going to an argument. So everybody is going through something or the other. With whatever responsibility or whatever the voice I have as an actor, അത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം is this. I know you didn't get an opportunity to, share the screen space with Rima, but you have seen many things, especially after watching the film. ഇത് നാള് കഴിഞ്ഞിട്ട് ആ സിനിമ കാണാന്ന് പറയുമ്പോൾ അവന്റെ ക്യാരക്ടറും പറഞ്ഞല്ലോ കുറച്ച് അവിടെ ഇവിടെ ബെറ്റർ ആക്കാം, ലൈക്ക് ഈവൻ ഫോർ 32 B as well. So that's a different thing. But ഇപ്പോ ശ്രുതിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് ടേക്ക് അവേസ് ഉണ്ടാവും, ലൈക്ക് വൈൽ unknowingly നമ്മൾ കുറച്ചാൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് മാനേഴ്സോ നല്ല ബിഹേവിയറോ അല്ലെങ്കിൽ സം ടേക്ക് അവേസ് വിൽ ബി ദർ, knowingly or unknowingly it will come to her. So if you could recall, ഞാൻ ഇന്ന പേരുകൾ ഞാൻ പറയുന്നില്ല, but to give a hint as in these, like Shruti for example, I have seen in many instances where she holds you like a sister. That's one. And Rima, of course, if you can take out anything, like she's a stage performer as well. Even Sajin, for example, Sajin കുറെ കൂടി honest ആണ് in his അല്ലെങ്കിൽ ആ പുലിവാല പിടിക്കില്ലായിരുന്നു, ലൈക്ക് ജൂറി ആയിരിക്കുന്ന സമയത്താണ് he talked about the problems in jury or how the selection, Right. because he is very honest in doing that. He wanted to open up things for new filmmakers, and and in this film also he could have made it like audience ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് he could have done that, but he was sincere to the story or what he wanted to communicate. So these kind of personalities like Shruti, Sachin, and the people with whom you have so if you could recall a few people, and then I know it won't be a complete list കാരണം അതിന് ഈ ഒരു സ്പേസ് മതിയാവില്ല,
But there will be something that you would have had like a takeaway. Yeah. Yeah. I think B32, I will always say that I'm very grateful for that movie that happened as my first movie എന്ന് പറയുന്നത്, because അതിൽ 75% it was women. In this lifetime I have like few people, എനിക്ക് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ talking about B32, ശ്രുതി ശരണ്യം, we call each other like soul sister എന്നാണ് വിളിക്കുന്നത്. So some souls connect, ഒരു divine ഒരു connection വരും at some point. So she's that for me. Now that my mother passed away, and she looks at me as her sister, as her daughter. That's how that is the feeling that she gives me, more than being my director. എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന സമയത്തെ she used to look at me. I was the one who was the youngest there at the set also. അപ്പൊ ആ സമയത്ത് പിന്നെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഞാൻ, പുതിയ ഒരാളാണ്, ഡൽഹിയിൽ നിന്ന് വന്ന ഒരു കൾച്ചർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ എന്നെ ആരും ഇട്ടിട്ടില്ല. എവ്രിബഡി വേർ സോ so helpful, ഭയങ്കര കൈൻഡ് ആൾക്കാരായിരുന്നു. So B32, one person, B32 എനിക്ക് എന്റെ for this lifetime that gave me എന്ന് പറയുന്നത് ശ്രുതി ശരണ്യം. And I really like her, ഭയങ്കര ഒരു വിൽ പവർ ആണ് with all the constraints. And for a woman to do a movie, എനിക്ക് തോന്നുന്നു സെയിം പൊസിഷനിൽ I saw ശ്രുതി ശരണ്യം, also I saw സജിൻ ബാബു, ഒരേപോലത്തെ ഈ കോൺസ്ട്രെയിൻസ് ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഉണ്ടാക്കുന്ന, ഓൾറെഡി കുറച്ച് നല്ല വർക്ക്സ് ചെയ്തിട്ടുള്ള. ഐ ഹാവ് ബീൻ ഫോർച്ചുനേറ്റ് ടു ബി എ പാർട്ട് ഓഫ് ബോത്ത്. ഒരു മെൻ ആണെങ്കിലും ഒരു വിമൻ ആണെങ്കിലും എങ്ങനെ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ സ്പേസിൽ നിന്നിട്ട് സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ആൻഡ് B32 ആണെങ്കിലും വേറെ കുറെ വലിയ ആൾക്കാരുണ്ടായിരുന്നു ആ സിനിമയിലേക്ക്, രമ്യ നമ്പീശൻ ആൻഡ് ഓൾ ദീസ് പീപ്പിൾ, സിനിമയിൽ നിന്ന് മറ്റേ പുറത്താക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരെ ഒക്കെ തിരിച്ച് സിനിമയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന സ്പോട്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഭയങ്കര ഒരു ധൈര്യം വേണം. ലൈക്ക് ഈവൻ റിമ ചേച്ചി ഫോർ ദാറ്റ് മാറ്റർ ഇന്റർവ്യൂസിൽ തന്നെ പറയായിരുന്നു, ലൈക്ക് സജിൻ എന്നെ വിളിച്ചു, നിങ്ങൾ ഒരു ക്യാരക്ടറായി കാണുന്നു. എന്നെയോ? ഇതിപ്പോ ഒരു അതിശയമായി പോയല്ലോ. പക്ഷേ ഇന്റർവ്യൂസിൽ ഇങ്ങനെയാണ് എന്റെ സൈഡിൽ ഇരുന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, because they were speaking about politics, because they were into activism, while they had a voice, so they really used that voice and avare bayangara sideline cheyum. That's when movies like these are happening. Both these movies got Film Critics Award. That one Film Critics Award is there right behind. That is for B32, and also Rima Kallingal won the Film Critics Award this year for theatre. So ഇത്രയും നല്ല സിനിമകൾ, ഇത്രയും നല്ല ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുടെ ഒരു എബിലിറ്റി എനിക്ക് തോന്നുന്നു ഫ്രം ബോത്ത് ശ്രുതി ശരണ്യം ആൻഡ് സജിൻ, രണ്ടുപേരിൽ നിന്നും ഞാൻ പഠിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ nobody can stop you from doing anything. Let that be a man or a woman, no matter what, that if you have that confidence, people will, this universe will be with you എന്ന് പറയുന്നത് പോലെ everybody will be with you. Because ഈ രണ്ട് സിനിമയിലും ഇവരുടെ കൂടെ ചെയ്തിട്ടുള്ള ഈ ക്രൂ എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും ഇവരുടെ ഫ്രണ്ട്സ് തന്നെയാണ്. ഇവർക്ക് ഓൾറെഡി അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞ വരുന്നത് ഈ ക്യാരക്ടേഴ്സ്, ഈ ആക്ടേഴ്സ് മാത്രമാണ് ഞങ്ങൾ പുതിയ ആൾക്കാർ വരുന്നത്. നമ്മളെയും അതുപോലെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും that is the biggest takeaway. I'm not so very close to Sajin Babu, but even though I did a very small part in his movie, he calls me and say, "Okay, naale oru interview undu, can you come?" He calls, even though he doesn't have time. He doesn't really have time, because ചെറിയൊരു സിനിമയാണ്, ഇത് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. ഇത് തന്നെ ശ്രുതി ചേച്ചി ചെയ്യുന്നത്. സോ നമ്മളോട് ഈ the director himself is calling, "Hi Ashwati, ഇവിടെ ഉണ്ടോ, please do come നമ്മുടെ സിനിമ." Like it is, see, ഞാനിപ്പം currently I'm not working on any projects, and right now okay, ഞാൻ മുമ്പ് ചെയ്തൊരു സിനിമയുടെ പ്രൊമോഷൻസിന് when there are people like Dane, Rima, all these people are there and calling me for promotions. Obviously it gives me so much exposure to the media. My face will be seen. To be considered there is also a very ഒരു നമുക്ക് ഭയങ്കര മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. സജിൻ ബാബു എന്ന് പറയുന്ന ആള്, he takes out time and he calls everyone, not just me, everyone from that movie, everyone. അതിൽ അഭിനയിച്ച ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ
അവരെ പോലും വിളിച്ച് അവരെ ഇന്റർവ്യൂസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹി കോൾസ്. സോ ദാറ്റ് ഇസ് ഐ തിങ്ക് സിനിമ തുടങ്ങുന്നതിന് മുൻപ് തൊട്ടുള്ള സ്ട്രഗിൾ തൊട്ട് അത് ഇറങ്ങുന്ന വരെയുള്ള സ്ട്രഗിളിൽ നമ്മൾ അതേപോലെ ആ വിൽപ്പാറോടുകൂടി നിൽക്കുക എന്ന് പറയുന്നത് ഇസ് വൺ തിങ് ദാറ്റ് ഐ വോണ്ട് ടു take away from Tarun Babu is that. And Shruti Chechi, of course, and she is like, my soul sister. And also, B32 നാണെങ്കിൽ റൈന, ഞങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് സിനിമയായിരുന്നു B32. So the kind of relationship that I still have with her is like, ഇൻഡസ്ട്രിയിലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് ഓൾസോ ഹരീഷ് ഉത്തമൻ, he played a character in B32 and he has become family for me because even when I was going through my mother was ill and everything, ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെയാണ് എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്, like, are you okay? I think all those things I will never forget in my life, because that is when we really get to know about people, that okay, it is not just about the time period during which you are acting with them or collaborating with them, പക്ഷെ അത് കഴിഞ്ഞിട്ടും they still do think about you, they still do look at you as ഒരു younger, ഒരു sister പോലെ നോക്കിയിട്ട്. All these people, like ഞാനിപ്പോ പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ are really dear to me, like very dear to me, and they still do, and I know that they will be there for me ഈ ഒരു ലൈഫ് ടൈമിൽ. ബാക്കി അതിന്റെ ഇടയ്ക്ക് ഞാനിപ്പം വാഴ ചെയ്തപ്പോഴാണ് അരുൺ സോൾ എന്ന് പറയുന്ന ചേട്ടൻ എന്നെ കണ്ടിട്ട് തിയേറ്ററിൽ വിളിച്ചത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹിം. I really, I'm really happy that Vada happened and then theater happened. So it is all because of all these people. ഇതൊക്കെയാണ് എൻ്റെ ഒരു ടേക്ക് അവേ, that just be kind, and I'm very happy that all these people and all these projects happen. So yeah. I want to speak about Rima Chechi also, because she knows that in the B32 FDFS സമയത്ത് she has come. So since then she knows that yes, ഞാനെന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് she knows, but we never spoke to each other. And തിയേറ്റർ എന്ന് പറഞ്ഞ സിനിമ എന്നിലേക്ക് വിളി വന്നപ്പോ ഞാൻ ഒബ്വിയസ്ലി എനിക്ക് ഏത് സിനിമയിലേക്ക് വിളി വന്നാലും ഐ ഡു ടെൽ ശ്രുതി ശരണ്യം അബൌട്ട് ദാറ്റ്. ചേച്ചി ഇങ്ങനെ എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട്, ലൈക്ക് ഇസ് ഇറ്റ് ഓക്കെ, ലൈക്ക് ഗുഡ് ടീം ഓർ, ബിക്കോസ് എനിക്ക് സിനിമ ഇപ്പം ഐ ഹാവ് ലൈക്ക് കുറച്ച് നോളജ് ഉണ്ട്, ലൈക്ക് വാട്ട് ഇസ് ഇറ്റ്, വേർ ഇസ് ഇറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഇത് ചെയ്യുമ്പോൾ 1.5 വർഷം മുമ്പ് ഐ വാസ് കംപ്ലീറ്റ്ലി അൺഅവെയർ. സോ Shruti Chechi is my go-to person. I do tell her that, hi, I got this opportunity. So, Chechi Barnu, okay, Rima is a part of this, no? Why don't you speak to her? She's, just before going, can you text her? So I texted her. Unfortunately, Nyan settled പോകുന്നതിന്റെ തലേന്ന് Rima Chechi's part was done, and she came back to Kochi. So she said, hi, this is an indie padam. It would be great if you can be a part. It's a good padam. It's a good thing. This is what Rima Chechi told me. And I went there, I did my part, I came back. And then I'm seeing her Ippa. ഈ ഇന്റർവ്യൂസിനൊക്കെ കാണുന്ന സമയത്താണ് ഐ എം സീയിങ് ഹർ, ആൻഡ് ഐ എം ഓൾസോ ഗെറ്റിംഗ് ടു നോ അബൌട്ട് ഹർ ജേർണി ഇൻ തിയേറ്റർ. സോ ഷീ വാസ് ടെലിംഗ് ഹർ ജേർണി സിൻസ് ദ ടൈം ഷീ വാസ് ഡാൻസിങ് ഇൻ കോളേജ്, ആൻഡ് ദെൻ Takadimi reality show happened, and how she became to be a part of Rutu in the Varna cinema, and also Miss Kerala, something happened. She said, she was very fortunate to be a part, and she's still doing it. And somewhere she started speaking about activism or being there for a fellow actor. She was sidelined, and now when she is coming back, she's all in. And she was again and again saying, I'm an artist. People should look at me that way. At ഒരു ഫസ്റ്റ് പൊസിഷനിൽ ഇതാണ് കാണേണ്ടത്. ആൻഡ് she will not shut her mouth, or she will not sit somewhere thinking that ayyo, this happened to me. She completely ഒരു different personality, and her aura, her presence is something that I have never seen that in anybody else. Because എത്ര തന്നെ ഷീസ് റണ്ണിങ് മാമാങ്കം, ഷീസ് ഡൂയിങ്, ഇപ്പോഴാണെങ്കിലും തിയേറ്റർ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഷീസ് ദേർ അറ്റ് ദിസ് ഫെസ്റ്റിവൽ, ഷീസ് ഡൂയിങ് എൻ നമ്പർ ഓഫ് തിങ്സ്. ലൈക്ക് കണ്ടു പഠിക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്, ലൈക്ക് ഹൗ ഷീസ് മാനേജിങ് എവറിഥിങ്. ഇറ്റ് ഈസ് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചിങ്. ലൈക്ക് ഐ ടോൾഡ് ഹർ, ലൈക്ക് ഐ റിയലി ലുക്ക് അപ്പ് ടു യു. I really want to, look up to you and, experience such kind of things, because yes, I am also a dancer.
acting or cinema happened to me, and now that I'm auditioning, I'm trying for things. So she was also speaking about all her journey. അത് ഭയങ്കര ഒരു ഓറയാണ്. Still speaking about, it's been 15 years or so that she is in cinema. She's still speaking about her journey since the time she started doing dancing, then Ritu, you know, അതൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് തിങ്. ശ്രുതി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന, ഐ മീൻ ഷീ ഡസന്റ് വാണ്ട് ടു know that she is supporting. ഒരു ഫിലിം റിലീസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ശിവരഞ്ജനിയുടെ വിക്ടോറിയ വന്നപ്പോ ഷീ ഹാഡ് നോ, എത്ര പേര് പുള്ളിക്കാരുടെ കോണ്ടാക്ട് ഉണ്ടാവും. ഷീ ജസ്റ്റ് ടെക്സ്റ്റഡ് മീ ചെയ്ത് അപ്പൊ എനിക്ക് വിക്ടോറിയയെ കുറിച്ച് അറിയണ്ടായിരുന്നു. ഐ വാസ് FFK, ആൻഡ് യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇൻ തിയേറ്റർ ഫെസ്റ്റിവൽസ് ഇസ് ലൈക്ക് വി ഒമിറ്റ് ഈ മലയാളം ഫിലിം പിന്നെ കാണാലോ എന്നുള്ള രീതിയിൽ ഫിലിംസ് ആണല്ലോ കിട്ടാന്ന്. അപ്പൊ സോ ഷീ ഇൻസിസ്റ്റഡ് ലൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ക്രൗഡ് അവിടെ പോകാൻ പറ്റുന്ന തോന്നുന്നില്ല. Then she said ഒരു സ്ക്രീനിങ് കൂടി ഉണ്ട്, യു ഷുഡ് ക്യാച്ച് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ആൻഡ് ഓരോ അവർക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവർ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നത്, ലൈക്ക് തടവ് ഫോർ എക്സാമ്പിൾ, she has put in that much energy. I know you are in that. I think she has put more energy than B32 for Tadavu and good films that she really likes. Yes, both these people, even Rima and Shruti ചേച്ചി രണ്ടുപേരും കാണുന്ന, ഞാൻ നോക്കി കണ്ട, ഞാൻ നേരിട്ട് കണ്ട, it is, they don't just say things for the sake of it. Both of them, അവര് ഭയങ്കര സപ്പോർട്ടീവ്. നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്കും ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഹൗ ആർ ദേ ഡൂയിങ് ദിസ്. ലൈക്ക് ഞാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഐ വിൽ ബി വെരി ടയേർഡ് ഓഫ് ടെല്ലിങ് പീപ്പിൾ ലൈക്ക് 1 പറഞ്ഞു 2 പറഞ്ഞു 3 പറഞ്ഞു ഓക്കെ ഇനിയിപ്പം പോട്ടെ. പക്ഷെ ശ്രുതി ചേച്ചി ആൻഡ് ഓൾ ദേ വിൽ ബി ലൈക്ക് വെരി വെരി ഇൻ ടു ഇറ്റ്. They put so much energy. It takes, I think, that is their very kind nature of supporting things that makes a difference in the society. Adipo via art, adipo cinema aanengilum dance aanengilum, both of them puts in like lots of energy, and they looks, and ippom Rima ചേച്ചി എൻ്റെ കൂടെ ഒരു ഞങ്ങൾ കോമ്പിനേഷൻ ഇല്ല, പക്ഷെ ഒരു ഇന്റർവ്യൂസിനൊക്കെ പോയിരുന്നാലും ഷീ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ സ്പീക്ക് ആൻഡ് പീപ്പിൾ ഗെറ്റ് ടു നോട്ട് ജസ്റ്റ് മീ, കൂടെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ കൊച്ചുകുട്ടിയാണെങ്കിൽ കൊച്ചുകുട്ടിയും നമ്മൾ സംസാരിക്കും. ബിക്കോസ് ഷീ വുഡ് സേ ദാറ്റ് I am already here. Everybody knows me. You guys speak and people should know what you guys have to offer. എന്ന് പറയുന്ന സാധനം, creating a space for the people who are sitting with you, അല്ലെങ്കിൽ the people who are new here എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. People might be in this, I have heard from people who thinks that ഈ പുള്ളിക്കാരി ഭയങ്കര അതിപ്രസംഗിയാണ്, അപ്പം ഭയങ്കര എന്തോ ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. ബട്ട് you only get to know about that person when you really start spending some time with them. Both these people have so much energy to put, and they support fellow creative space fellow actors or directors or whomsoever it is. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഭയങ്കരമാണ്. That's so true. So you had mentioned ഹരീഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ഹരീഷ് and Jibin Gopinath character. So maybe a couple of words about them, because അതില് വളരെ അപൂർവമുള്ള കുറച്ച് ആൺ ക്യാരക്ടേഴ്സ്, and they had their roles, very crucial roles as well. They had to play both the sides. Of course അതാണ് അതിന്റെ ക്രസ്റ്റ്. എന്നാലും so your some experience working with them as well. ജിബിൻജിയുടെ കൂടെയാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. ലൈക്ക് B32 തുടക്ക സമയത്ത് ഷൂട്ട് ചെയ്ത ആ ഭാഗങ്ങളായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ ഒരു ആക്ടറുടെ മുമ്പില് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന സീൻസ് ആണ് ആദ്യം എല്ലാം എടുത്തത്. ഞാൻ നടക്കുന്നത്, ഞാൻ ഹോർഡിങ് കാണുന്നത്. സോ അവിടെ ഇറ്റ് ഈസ് ഓൺലി മീ. Now when somebody else is standing before you, now you need to be like well prepared, because അവരെ മുഷിപ്പിക്കരുത്, and also you should be in a position where they will be also very comfortable. So എനിക്ക് ഭയങ്കര ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് പോകുന്നത്. ജിബിൻജി ഭയങ്കര ഫൺ ലവിങ്, ഭയങ്കര he's very open and speaks to you. I was so young, so all these people, ഞാൻ കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോഴത്തേക്ക് I used to look like completely different. ഞാൻ കോസ്റ്റ്യൂം ഇടാതെ I wear a specs, this is how I usually carry myself. So when I'm in that,
കോസ്റ്റ്യൂം ഇടുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ. ജിബിൻജി ഒക്കെ വന്നിട്ട് എങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സ്പേസ് തന്നത് കൊണ്ട് ഐ വാസ് വെരി ഓക്കെ വിത്ത്. ജിബിൻജിയുടെ കൂടെ എനിക്ക് ഇങ്ങനെ തുടക്കത്തിൽ എന്നോട് ഒരു രീതിയിൽ ആൻഡ് ദെൻ ഒരു ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ കണ്ണ് നിറയുന്നു എന്ന് പറയുന്ന സാധനം എനിക്ക് ശരിക്കും പുള്ളി ഇങ്ങനെ ആ ഡയലോഗ് പറയില്ലേ, ലൈക്ക് ഇങ്ങനെ ഇനി ഞാൻ എൻ മക്കളോട് എന്ത് പറയും എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം. അത് എനിക്ക് ഉള്ളിന്ന് വന്നതാണോ എന്താണ് എനിക്ക്, ബിക്കോസ് he was so into that character. That's what, even though it is just one dialogue, it just really made, ippam when I look back at those days of shoot, I think എനിക്ക് see, I was nominated at the Filmfare. It is a big thing that has ever happened in my life, and that too for a movie like B32 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വണ്ടർ ആയിരുന്നു. പക്ഷെ എനിക്ക് അത് എന്റെ ഓപ്പോസിറ്റിൽ നിന്ന് ചെയ്ത ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ഇമോട്ട് ചെയ്ത കുറച്ച് ഇമോഷൻസ് ഉണ്ടല്ലോ, ആ എക്സ്പ്രഷൻസ്, അത് അങ്ങനെ വരാനായിട്ട് അവരുടെ ആ ഒരു ഡയലോഗ് കൊണ്ടായിരിക്കും ഞാനിങ്ങനെ, എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, ആ പുള്ളി ആ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് എനിക്ക് കുറെ ആൾക്കാർ എന്നെ പ്രശംസിക്കുകയും ചെയ്തത് അവിടെയാണ്. ലൈക്ക് ഞാൻ എങ്ങനെയായി എന്നാണ് ചോദിക്കുന്ന ഒരു പാർട്ട് ഉണ്ട്. സോ ദാറ്റ് ഇസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ഹിസ് ഫേസ് ആൻഡ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ്, ഇത്രയും ചെയ്തിട്ട് ഹൗ ക്യാൻ സംബഡി സേ ദിസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ ഇടുന്നത്. സോ ഐ തിങ്ക് ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ടു ആക്ട് വിത്ത് ഹിം. ആ ഒരു പാർട്ട്, എന്റെ ഒരു ഹസ്ബൻഡ് ക്യാരക്ടർ, അല്ലെങ്കിൽ യുനോ അങ്ങനെ ഒരു സാധനം എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്കും അത്രയും നല്ലോണം ചെയ്യാൻ പറ്റിയത്. അതിന് മുമ്പ് ഒരു കംഫർട്ട് സ്പേസ് ഉള്ളത് കൊണ്ടും കൂടിയാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. ഈസ് എ വെരി ഫൺ ലവിങ്, വെരി ഫൺ. ആ സമയത്തൊക്കെ പുള്ളി ഏതൊക്കെയോ ആഡ്സ് ഒക്കെ ചെയ്തിരുന്നു, ലൈക്ക് ഫോൺ പേ, സം ആഡ്സ്, ആൻഡ് ഓൾസോ ഐ വാസ് ലൈക്ക്, ഓ ദിസ് Saturn is like pretty famous. He's doing all these things when he was already a police officer. He is already a police officer, and my father is a police officer. So there were so many things, എനിക്ക് ഭയങ്കര പുള്ളി അവധി എടുത്തിട്ടാണോ എന്ന് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വാവ് ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഹരീഷ് ഉത്തമൻ, he is one of the kindest souls I have ever met in life. So എനിക്ക് പുള്ളിയുടെ പേരറിയില്ലായിരുന്നു തെറ്റിൽ പോകുന്നു. He was എന്താ പറയാ, എല്ലാരും പോലെ തന്നെ I used to think that he is a Tamilian, all these villain characters, and I thought he is somebody who will never be speaking to me, maybe coming and speaking to me എന്ന് പറയുന്ന ഒരു സാധനം. സോ എന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എന്ന് പറയുന്നത് അവിടെ ഞാൻ ഈ പുള്ളിനെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു സീനാണ് എടുക്കുന്നത്. ലൈക്ക് ഫ്ലാറ്റില് ലൈക്ക് എനിക്ക് എക്സ്ട്രാ പൈസ തരാമോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു സീൻ. സോ ബേസിക്കലി എനിക്ക് റിയലിലും എനിക്ക് ഭയങ്കര ഒരു എങ്ങനെ ഇപ്പൊ പുള്ളിയോട് പോയി സംസാരിക്കാം, ആ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. Like what to do, like he came, he sat, he's looking at the script, he's learning his dialogues, and I am like, എനിക്ക് ബാക്കിയുള്ള എല്ലാരെയും എനിക്ക് അറിയാം ഓൾറെഡി. കുറെ ദിവസം ഷൂട്ട് കഴിഞ്ഞു, രമ്യ ചേച്ചി, ജിബിൻജി, എല്ലാവരുടെയും കൂടെ എനിക്ക് കോമ്പിനേഷനുള്ള എല്ലാവരെയും ഞാൻ കണ്ടു, എല്ലാവരുമായിട്ട് എനിക്ക് ഐ എം വെരി കൂൾ ആൻഡ് ഫ്രണ്ട്സ് വിത്ത്. നൗ ദിസ് പേഴ്സൺ, നൗ ഈ ഐസ് ബ്രേക്കിംഗ് സെഷൻ എങ്ങനെ വരും എന്ന് അറിയാതെ നിൽക്കുക. സോ he was the one who came to me and said, എന്താ ഒന്നും സംസാരിക്കില്ലേ, ലൈക്ക് സംസാരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. സോ ഐ തോട്ട് അങ്ങനെ ജാടയെന്നല്ല, that is something that I really don't want to use such kind of words, but I think okay, നമ്മളാണ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ നമുക്കൊന്ന്. പക്ഷേ ഐ വാസ് ഇൻ ദാറ്റ് പൊസിഷൻ വേർ എനിക്ക് അറിയില്ല ലൈക്ക് ഹൗ ടു ഗോ ആൻഡ് ടെൽ ഹിം. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇറ്റ് ഹെൽപ് മീ ബിക്കോസ് എനിക്ക് കുറച്ച് പേടിയായിട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് അത് കൈൻഡ് ഓഫ് ഹെൽപ് ദാറ്റ് ഹോൾ സീൻ. അത് കഴിഞ്ഞിട്ട് വി സ്പോക്ക്, ആൻഡ് I think we had like 2 days of shoot, and last day when he was leaving, everybody clicked pictures with him. Everybody were clicking pictures, and I was the last one who went there and like, okay. He hugged me so tight. He didn't do that with anybody else, but he did that with me. I thought, okay, now this is something very pure that is coming. Now leaving B32 apart, അതൊരു സൈഡിലിരിക്കട്ടെ. അത് കഴിഞ്ഞ് 1 year എൻ്റെ life was only about my Amma's illness, and she was sick and she passed away. Now it's gonna be 2 years in this December. So now when I was going through that phase, I was in Delhi completely, me and my father. I was in a position where I lost so many friends
whom I used to think are very close to me and will be there for me. എന്ന് വിചാരിച്ച ഒരു പോയിന്റിൽ when I was going through that phase of my life, I was young, yes, and I wanted, people to stay in my life. And few of my friends, like 2 or 3 of them, they just left me at my lowest point of my life. That's when I kind of realized that, ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്. പീപ്പിൾ കം, പീപ്പിൾ ഗോ, ആൻഡ് you have to deal with whatever you have. You are alone in this life. Everybody will be there, but towards the end of the day, you need to be yourself and do things. You don't need to wait for anything, anybody. And Shruti Chechi and Raina, they used to check on me every now and then. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ നമ്പാണ്, നമ്മൾ ആരും വിളിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. പ്ലീസ് ഡോണ്ട് കോൾ മീ എവർ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ്. ബിക്കോസ് എനിക്ക് ഐ എം കംപ്ലീറ്റ്ലി ഡ്രെയിൻ ടെല്ലിംഗ് ദം ദാറ്റ് നോ ഷീസ് അൺവെൽ, ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. ആൻഡ് out of nowhere, after getting to know about this thing, like അമ്മ മരിക്കുന്നതിന് ഒരു മാസം മുമ്പാണ് ചേട്ടൻ അറിയുന്നത് that ഇങ്ങനെ ഒരു സാധനം. And by that time I started being vocal about that through my socials also. So he was very kind enough and he spoke to me about this, and he was the only person who kind of took my grief away, because he used to speak to me about every other thing except for Amma's illness. And I used to smile, I used to laugh at whatever he used to say. It is not because എനിക്ക് ഒരിക്കലും അത് ഫേക്ക് ആയിട്ടും തോന്നിയിട്ടില്ല, just to make me feel good, അങ്ങനെ ചെയ്തിട്ടില്ല. And he is still continuing that. He is, if I say that he's family, like Shruti Chechi is my family, Shatan is my family, it is not just, it is beyond B32. The time, the effort and everything that both of them have put for me is for this lifetime. And I wish them only the best. So that's the kind of bonding that I have, with his family now. എന്റെ വീട്ടിൽ എന്ത് നടന്നാലും he'll come, അവിടെ എന്ത് നടന്നാലും I go. That's the kind of thing. I'm grateful that people like them happen because of B32. So ഇനി വരാനുള്ള ചെയ്തു വെച്ചിട്ടുള്ള വരാനുള്ള സിനിമകള് ഞാന് ഓക്കെ. സോ വൺ സഞ്ജു സുരേന്ദ്രൻ മൂവി ഇപ്പൊ ബുസാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയ ഒരു സിനിമയുണ്ട്, കിടക്കിഗാവ് എന്ന് പറഞ്ഞിട്ട്. അതില് ഐ ഡിഡ് എ സ്മോൾ പാർട്ട് ഇൻ ദാറ്റ് ഓൾസോ. അതും ലാസ്റ്റ് ഇയർ ചെയ്തതാണ്. പക്ഷെ ഐ ഹാവ് പ്ലേഡ് ബിറ്റ് ഇൻ ദാറ്റ്. That was shot in Delhi. അപ്പോ അങ്ങനെ I did. And other than that, ഞാൻ ഈ വർഷം I did I am part of one independent project. അതിപ്പോ IFFK-ലൊക്കെ ഇപ്പം അയച്ചിട്ടുണ്ട്. So if that gets a selection, it would be good എന്ന് വിചാരിക്കുന്നു. And finally ഞാൻ തിയേറ്റർ ആണ് ഈ വർഷം എനിക്ക് റിലീസ് ആയത്. സോ ഈ 2 സിനിമയാണ്, സഞ്ജു സുരേന്ദ്രന്റെ സിനിമ ആൻഡ് ദി അതർ വൺ ഇപ്പം പേര് പറയാറായിട്ടില്ല. സോ ദാറ്റ് ഇസ് both those projects ആണ് പുറത്ത് വരാനുള്ളത്. Very good. Thank you so much for being part of this Media Mathingi conversation. Thank you so much for making me a part of this conversation. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബിക്കോസ് എനിക്കിപ്പോഴും B32 സമയത്ത് തൊട്ട് എനിക്ക് അറിയുന്ന ആൾക്കാര് എന്നെ ഇപ്പോഴും മറ്റുള്ള സിനിമകളിലൂടെ കാണുമ്പോഴും ആ ജേർണി, അതിലുള്ള ആൾക്കാര്, അവിടെ തൊട്ട് എന്റെ ലൈഫിൽ ചേഞ്ചസ്, ഇതൊക്കെ ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കുമ്പോ ഞാനും മനസ്സിലാക്കുവാണ്, ലൈക്ക് എനിക്ക് എന്തൊക്കെ ഗ്രോത്ത് വന്നിട്ടുണ്ട്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. on some days I am also sitting ഇങ്ങനെ അയ്യോ നത്തിങ് ഇസ് വർക്കിംഗ് ഔട്ട് എന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ സ്വാഭാവികമായിട്ടും എനിക്ക് വരുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ദിവസങ്ങൾ വരുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഓക്കെ there are people looking at you because of the movies that you did. And അതിന്റെ ഒരു റെലവൻസ് ഇപ്പോഴും ഉള്ളത് അവരെ എത്ര സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അന്ന് when you asked me can you give me an interview എന്ന് പറഞ്ഞ അന്ന് when I saw you I was so happy, like wow, like ഇപ്പോഴും പഴയ ജേർണി ആണെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പറയുമ്പോഴാണല്ലോ നമ്മളും മനസ്സിലാക്കുന്നത്, okay, how far we have come and there is a lot more new experiences that's waiting for me. So I hope I get to speak to you again when something else happens, and I'll speak about Appalum, and I'll speak from my first cinema till the journey.
that I'll be having ആ സമയത്ത്. I'm really looking forward. Most definitely, I'll be happy to, because when when you set new benchmarks, that's also inspiration for new people who are listening to this. Yeah. I hope എന്റെ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ട് ലൈക്ക് പുതിയ വരുന്ന കുട്ടികളാണെങ്കിലും വാട്ട് എവർ ദേ വാണ്ട് ടു മേക്ക് ഇറ്റ് ഇൻ ലൈഫ്, അതിപ്പോ ഏത് കരിയർ ചോയ്സിലാണെങ്കിലും, നോട്ട് ജസ്റ്റ് സിനിമ, നോട്ട് ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ, ഓർ maybe education or anything. Do your education. If you're really good at some extracurricular activities, adine polish you. If you really want to make it as your career option, do something about it. People will be there to make you feel like you are not enough, you're not enough doing this. Either ശരിയല്ല, മോശമാണ്, the struggles will be there, but just go on, because that is what it takes ഭയങ്കര amount of energy and ഭയങ്കര ഇമോഷണൽ ഇംബാലൻസസ് എല്ലാം വരും. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എല്ലാവർക്കും ഉണ്ട്. Everybody is going through that, and you only have yourself, and just go on. And I hope everybody who is watching this would get one takeaway from the conversation that I had, and it inspires them and let them do something that they really wanted to do, or something else was stopping them from doing it. It will come to them. It will bring so much positivity. Sure. Wonderful listening to you. Thank you so much once again.